ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 75 റിവ്യൂ. 24 മണിക്കൂർ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുത്ത് അനുമോൾ. കഴിഞ്ഞ ദിവസം ഫുഡുണ്ടാക്കിയ പ്രശ്നത്തെ തുടർന്ന് ഇന്ന് അനുമോൾ മൗനവ്രതത്തിലാണ്. ആരോടും മിണ്ടാൻ കൂട്ടാക്കുന്നില്ല. രാവിലെ തന്നെ കിച്ചണും ബഹിഷ്കരിച്ചു. അനുമോൾ ഇല്ലെങ്കിലും കിച്ചൺ ഓടിക്കുമെന്ന് ഷാനവാസും നവീനാണ് ഇന്ന് കിച്ചണിൽ കുക്കിങ്ങിന്. അനുമോളിന്റെ പിആറിനെ ഒന്നും പേടിയില്ലെന്ന് നവീൻ. തങ്ങളോട് മിണ്ടാതിരിക്കുന്ന അനുമോളിനോട് ചോദിക്കുന്നു, ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണോ എന്ന് ആദില. രാത്രി 12 മണിയോടെ പോയി സംസാരിക്കുന്നുണ്ട് അനുമോൾ. അതോടുകൂടി തൽക്കാലം ആ സ്ട്രാറ്റജി അവസാനിപ്പിച്ചു. ഇന്ന് വീടിനുള്ളിൽ പലയിടത്തും സ്ക്രാച്ച് കാർഡുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ്. അത് കണ്ടെത്തുകയായിരുന്നു ഇന്നത്തെ ടാസ്ക്. അതിനകത്ത് 1 അല്ലെങ്കിൽ 2 പോയിന്റുകൾ, ഇതും കൂടാതെ ചെറിയ ചെറിയ പണികളും ഉണ്ടായിരുന്നു. ആതിരയ്ക്കാണ് ആദ്യം പണി കിട്ടിയത്. ആതിരയ്ക്ക് കിട്ടിയ ഗോൾഡ് കോയിൻ സ്ക്രാച്ച് ചെയ്തപ്പോൾ അതിനുള്ളിൽ ബേൺ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. തന്മൂലം ആതിരയുടെ പോയിന്റുകൾ നഷ്ടമായി. ഇത് കണ്ട് ആര്യൻ തന്റെ ഗോൾഡ് കോയിൻ പൊളിപ്പിച്ചു വെച്ചു 3-4 ബിഗ് ബോസ് ഇത് കണ്ടുപിടിച്ചു. ബിഗ് ബോസ് പറഞ്ഞു, എന്റെ അടുത്ത് കള്ളക്കളി ഇറക്കണ്ട. അത് സ്ക്രാച്ച് ചെയ്തപ്പോൾ അതിൽ 2 പണികളുണ്ടായിരുന്നു. 1, ഉരുളക്കിഴങ്ങുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. 2, വെജ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ആര്യൻ ഒളിപ്പിച്ചു വെച്ചത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു അനീഷും ഷാനവാസും നൂറയും. ആര്യൻ ചെയ്തത് തെറ്റാണ്, ഇത് റദ്ദാക്കണം. ബിഗ് ബോസ് കള്ളക്കളിയാണ്, ഇത് തെറ്റാണ്, ഇത് റദ്ദാക്കണം എന്ന് പറഞ്ഞ് അനീഷ്. 3 ദിവസത്തെ ഈ ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ആര്യനാണ്. 2ാം സ്ഥാനത്ത് അനീഷാണ്. ആര്യന്റെ റദ്ദാക്കിയാൽ 2ാം സ്ഥാനത്ത് നിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്തിയാലോ എന്ന് കരുതിയിട്ടാവും അനീഷ് ഈ കളി കളിച്ചത്. റദ്ദാക്കിയാലും പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ആര്യൻ തന്നെയായിരിക്കും ഒന്നാമത്. ആദിലയും അക്ബറും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആദില പറഞ്ഞു, താനാണ് പാവകൾ എടുത്തത്, അതെനിക്കറിയാമായിരുന്നു എന്ന് അക്ബർ. പാവകൾ എടുത്തതിലല്ല തനിക്ക് വിഷമം, ഇക്ക ഫെയർ കളി കളിക്കണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഇത് ചെയ്തത് മോശമായി പോയി. 2ഓ 3ഓ സ്ഥാനത്ത് എത്തിച്ചേരേണ്ട ഞാനിപ്പോൾ ഏറ്റവും പുറകിലായി പോയി. അതുമാത്രമല്ല, നിങ്ങളൊക്കെ കൂടി എന്നെ ഒറ്റപ്പെടുത്തുന്നു. ലക്ഷ്മിയൊക്കെ എന്റെ മുമ്പിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും. ഈ സിറ്റുവേഷനിലൂടെ കടന്നുപോയാൽ അതിന്റെ വിഷമം മനസ്സിലാകുമെന്ന് അക്ബർ ആയിരുന്നു. അതൊരു ജെന്യുവൻ ആയിട്ടുള്ള കരച്ചിലായിട്ടാണ് തോന്നുന്നത്. ആദിലയും കരയുന്നുണ്ടായിരുന്നു. കുറ്റബോധത്താൽ ആയിരിക്കും. ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടാൽ പോലെ എന്തിനാണ് ഇതൊക്കെ മനസ്സിലേക്ക് എടുക്കുന്നതെന്ന് ആദില. ആര്യൻ മാത്രമേ എന്നോട് നന്നായിട്ട് സംസാരിക്കുന്നുള്ളൂ എന്ന് അക്ബർ. അടുത്ത റൗണ്ടിൽ അനുമോൾക്കും ഷാനവാസിനും പണി കിട്ടി. അനുമോൾക്ക് കിട്ടിയ പണി മധുരം കഴിക്കാൻ പാടില്ല. വീട്ടിൽ നിന്ന് ദീപാവലി പലഹാരങ്ങൾ കൊടുത്തിട്ടാലും കിട്ടില്ല. ഷാനവാസിന് ഉപ്പിട്ട ആഹാരം കഴിക്കാൻ പാടില്ല. അനീഷിന് കിട്ടി പണി. അനീഷിന്റെ ഫുഡ് 3 പേർക്ക് ഷെയർ ചെയ്യണം. ആര്യൻ ആദിലയോടും നൂറയോടും സംസാരിക്കുന്നുണ്ടായിരുന്നു പണപ്പെട്ടി ടാസ്ക് എടുക്കുന്നതിനെ പറ്റി. നിങ്ങൾക്ക് വേണമെങ്കിൽ പണപ്പെട്ടി ടാസ്ക് എടുക്കാലോ, ഒരാൾക്ക് പണപ്പെട്ടി ടാസ്ക് എടുത്തിട്ട് പോകാം, അടുത്തയാൾക്ക് കപ്പും നേടാമെന്ന്. പിന്നീട് നൂറയും ആദിലയും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. സാബുമാൻ ഒരു പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു, ഞാനൊരു അവസരം കിട്ടിയാൽ ഞാൻ ഇതെടുക്കുമെന്ന് ആദില. അപ്പോൾ നൂറ പറയുന്നുണ്ടായിരുന്നു, നീ സൂപ്പർ ഗെയിമറാണ്, മിക്കവാറും നൂറയ്ക്കായിരിക്കും എടുക്കാൻ പ്ലാന്. പൈസയാണ് തങ്ങൾക്ക് മുഖ്യമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ആദില സാബുമാനെ ചാക്കിടാൻ നോക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻസി നോമിനേഷനിൽ എന്റെ പേര് പറയണമെന്ന് ആദില. അടുത്ത ആഴ്ച താൻ മിക്കവാറും പോകാൻ ചാൻസ് ഉണ്ടെന്നും അതുകൊണ്ട് നോമിനേഷനിൽ തന്റെ പേരിടുകയാണെങ്കിൽ ഒരു മുട്ട തരാമെന്നും ആദില. ഇതിനിടയ്ക്ക് പെൺകുട്ടിമാർ തങ്ങളുടെ ഏട്ടനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഷാനവാസ് ഹിറ്റ്ലർ മാധവൻകുട്ടിയാണെന്ന് വാഴ എന്നൊക്കെ പറഞ്ഞ ആദില ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് ഷാനവാസിന്. വീണ്ടും അവർ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ്. ശരിക്കും പറഞ്ഞ ഒരു ആത്മാർത്ഥതയില്ലാത്ത ഫ്രണ്ട്ഷിപ്പ്. 261 പോയിന്റ് നേടി. ഈ വീക്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ആര്യനാണ് ഫിനാലെ ടാസ്കിൽ ചില ആനുകൂല്യങ്ങൾ ലഭിക്കുക. 198 പോയിന്റ് നേടി അനീഷ് 2ാം സ്ഥാനത്ത്. അനുമോൾ 188 പോയിന്റ് നേടി 3ാം സ്ഥാനത്ത്. ഏറ്റവും പുറകിൽ സാബുമാനും നൂറയുമാണ്. ഫിസിക്കൽ ടാസ്കിൽ പോലും പരാജയമാണ് സാബുമാൻ. എന്നേ പുറത്തു പോവേണ്ട ആളാണ് സാബുമാൻ, നൂറ ഇവരൊക്കെ. ആദില പാവകൾ മോഷിച്ചു കൊണ്ടുപോയതുകൊണ്ടാണ് അക്ബർ താഴേക്ക് വന്നത്. ഷാനവാസ് ഇന്ന് നന്നായി കളിച്ചു, കഴിഞ്ഞ ദിവസം കളിച്ചില്ലെങ്കിലും. അവസാനത്തെ 2 ദിവസത്തെ പ്രകടനമാണ് അനുമോളെ 3ാം സ്ഥാനത്ത് എത്തിച്ചത്. കള്ളത്തരം കാണിച്ചിട്ടാണ് ആദില മുന്നോട്ട് കയറിയത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യുമോ? ആരാണ് കപ്പ് കൊണ്ടുപോവുക? കമന്റ് ചെയ്യൂ.